ലോക രക്ഷകനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കട്ടെ. പരീക്ഷകളും പ്രതിസന്ധികളും അനർത്ഥങ്ങളും ആപത്തുകളും നിറഞ്ഞതാണ് ലോകജീവിതം. എങ്കിലും അതിൻ്റെ നടുവിൽ നാം ഓരോരുത്തരും ജീവിച്ചു പുലരുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവികമാകുന്ന നീക്കുപോക്കുകളും ദൈവികമാകുന്ന വിടുതലുകളും അതാത് സമയങ്ങളിൽ സ്വർഗത്തിലെ ദൈവം നമ്മളുടെ മേൽ പകരാറുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ജീവിതയാത്രയിൽ ജയകരമാകുന്ന ഒരു യാത്രയ്ക്കായി നാം ഒരുങ്ങുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ നടുവിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിങ്ങനെയാണ്: ട്രൂത്ത്സ് അബൌട്ട് ടെംപ്ടേഷൻ. പരിശോധനകളെക്കുറിച്ച് നാം അറിയേണ്ടുന്ന ചില യാഥാർത്ഥ്യങ്ങൾ എന്ന് ഇവിടെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും നാം കരുതാറുണ്ട് ലോക യാത്ര വളരെ സുഗമവും വളരെ ഈസി ആയിട്ടുള്ളതും ആണ് എന്ന് നാം കരുതാറുണ്ട്. അത് നിമിത്തം പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ ഈസിയായി കാണുന്നത് കൊണ്ട് പലപ്പോഴും അതിൻ്റെ നടുവിൽ നാം വ്യാകുലപ്പെടുകയും തളർന്നു പോവുകയും ചെയ്യുകയും പെട്ടെന്ന് നിരാശരാകുകയും ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനേകരുടെ ആത്മഹത്യ നമുക്ക് കാണുവാൻ കഴിയും. കാരണം ലോകജീവിതയാത്രയിൽ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, പ്രതികൂലങ്ങളെ അഭിമുഖീകരിക്കുവാൻ, പ്രശ്നങ്ങളുടെ നടുവിൽ ജയം പ്രാപിപ്പാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ ജയം പ്രാപിപ്പാൻ പലപ്പോഴും മനുഷ്യനും കഴിയാത്തതുകൊണ്ട് അതിൻ്റെ നടുവിൽ അവൻ തകർന്നു പോവുകയും പരാജയമായി തീരുകയും ചെയ്യുന്നു. അത് അനേകരുടെയും ജീവിതയാത്രയുടെ അവസാനത്തിന് കാരണമായി തീരുകയാണ്. എന്നാൽ ഒരു കാര്യം പരിശോധനകളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എല്ലാവർക്കും പരിശോധനകളുണ്ട്. എന്നാൽ അത് സർവ്വസാധാരണമായി നമ്മിൽ വരുന്നു എങ്കിൽ തന്നെ സർവശക്തനാകുന്ന ദൈവം അതാത് സമയങ്ങളിൽ നമ്മളുടെ മേൽ ജയവും വിടുതലും നൽകി തന്ന് നമ്മളെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്യുന്നു എന്ന് നാം മറന്നു പോകരുത്. വിശേഷാൽ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ നാം വ്യക്തമായി മനസ്സിലാക്കുക, എല്ലാവർക്കും ഒരു ശത്രുവുണ്ട്. എപ്പോഴും ആ ശത്രു അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് വിചാരിച്ച് എപ്പോഴും നമുക്കെതിരെ കടന്നു വന്നുകൊണ്ടേ ഇരിക്കും എന്ന് നാം മറന്നു പോകരുത്. ഇവിടെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തെ ആസ്പദമാക്കിയാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷകൾ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നത് മാത്രമേ ദൈവം നമുക്ക് തരികയുള്ളൂ എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും പരിശോധനയുണ്ട്. എന്നാൽ അതിൻ്റെ മേൽ ജയം പകരാനുള്ള ദൈവകൃപ ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നു. 2, ദൈവിക വിശ്വസ്തതയാണ് പരിശോധനകളെ ജയിക്കുവാൻ കാരണമായി തീരുന്നത്. കാരണം ദൈവം വിശ്വസ്തനാണെന്നുള്ള തിരിച്ചറിവ് എപ്പോഴും പ്രലോഭനങ്ങളെ, കഷ്ടങ്ങളെ, പ്രതികൂലങ്ങളെ ജയിപ്പാൻ നാം തയ്യാറാകത്തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കും. അത് മനസ്സിലാക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, വി ആർ നോട്ട് എലോൺ. നമ്മുടെ പരിശോധനകളുടെ മുമ്പിൽ, പ്രശ്നങ്ങളുടെ മുമ്പിൽ, പ്രതിസന്ധികളുടെ മുമ്പിൽ നാം ഒറ്റപ്പെട്ടവരല്ല. ആരും സഹായിക്കാനില്ലാത്തവനല്ല. പിന്നെയോ സർവശക്തനാകുന്ന ദൈവം ജീവിതത്തിൻ്റെ എല്ലാ നിർണായക ഘട്ടങ്ങളിലും നമ്മളോട് കൂടെ ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. 3, പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ശക്തി അതാത് സമയങ്ങളിൽ ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി നൽകി തരുന്നു എന്ന് നാം മറന്നു പോകരുത്. ലോക ജീവിതയാത്ര പലപ്പോഴും പ്രതികൂലങ്ങളും തകർച്ചകളും നിറഞ്ഞതാണ് എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. യോബിൻ്റെ ചരിത്രം നോക്കുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ സമയത്ത് തൻ്റെ മക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടത്തക്കവണ്ണം ഭൂകമ്പങ്ങളും പ്രതിസന്ധികളും പിശാച് അവരുടെ മേൽ വയ്ക്കുകയും അവൻ വളരെ കഷ്ടത്തിലാകുകയും ചെയ്തു. എന്നാൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവം തൻ്റെ മക്കളെ നിലനിർത്തുന്നു. പ്രതികൂലങ്ങളെ ജയിപ്പാൻ ആവശ്യമായ ദൈവശക്തി ദൈവം തൻ്റെ ഭക്തന്മാരുടെ മേൽ പകരുന്നു എന്ന കാര്യം നാം മറന്നു പോകരുത്. 5, ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പ്രലോഭനങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവികമാകുന്ന സാന്നിധ്യവും നിയോഗവും അതുപോലെ തന്നെ നിർദ്ദേശവും അതാത് സമയങ്ങളിൽ നാം പ്രാപിക്കുകയും അതിനനുരൂപമായി നാം ജീവിക്കുകയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ്. ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷകൾ സർവശക്തനാകുന്ന ദൈവം ഒരിക്കലും നമുക്ക് തരികയില്ല. എങ്കിലും നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ നേരിടുവാൻ സമ്മതിക്കാതെ ദൈവം അതാത് സമയങ്ങളിൽ നീക്കുപോക്കുകളും നന്മകളും നൽകി തൻ്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു എന്ന് നാം മറന്നു പോകരുത്. അതേ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, പരിശോധനകളെ അതിജീവിക്കുവാൻ നാം ആഗ്രഹിക്കുമ്പോൾ നാം തിരിച്ചറിയുക, ശത്രു എപ്പോഴും അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച്
നമുക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം ഒരുക്കുന്ന ഓരോ സമയങ്ങളിലും പരിശോധനകളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, അനർത്ഥങ്ങളുടെ നടുവിൽ, ആപത്തുകളുടെ നടുവിൽ സർവശക്തനാകുന്ന ഒരു ദൈവം ദയാളിയായി നമ്മുടെ ജീവിതയാത്ര നയിപ്പാൻ തക്കവണ്ണം നമ്മളോട് കൂടെയുണ്ട് എന്ന് നാം മറക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തിൻ്റെ ഭുജത്തിൻ കീഴിൽ സമർപ്പിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് വിശ്വസ്തയോടെ, ധൈര്യത്തോടെ, കൃപയോടെ നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം നമ്മളുടെ മേൽ ചലിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാകും. കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം നൽകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശോധനകളുണ്ടെങ്കിൽ, കഷ്ടങ്ങളുണ്ടെങ്കിൽ, വേദനകളുണ്ടെങ്കിൽ, അനർത്ഥങ്ങളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിൻ്റെ നടുവിൽ ദൈവം ചില നീക്കുപോക്കുകൾ നൽകി തന്ന് അതാത് സമയങ്ങളിൽ തൻ്റെ ഭക്തന്മാരെ നടത്തുന്നു എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ജീവിതയാത്രയിൽ എത്രയൊക്കെ കഷ്ടങ്ങൾ വന്നാലും, ഏതൊക്കെ അനർത്ഥങ്ങൾ വന്നാലും, പിന്നത്തെ ഇതിൽ നമ്മളെ എടുത്തു പണിയുവാൻ കഴിവുള്ള ഒരു സർവശക്തനാകുന്ന ദൈവം നമുക്ക് വേണ്ടി ഉള്ളതുകൊണ്ട് മറക്കാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ, ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, ജീവിതത്തിൻ്റെ നിർണായകമാകുന്ന ഘട്ടങ്ങളിലൂടെ ലോക ജനത മുഴുവൻ, അതേ ഞങ്ങൾ ഓരോരുത്തരും ഈ നാളുകളിൽ കടന്നു പോകുമ്പോൾ അതിൻ്റെ നടുവിൽ വിശാലമാകുന്ന കാഴ്ചപ്പാടും അനുഗ്രഹങ്ങളും ദൈവിക അത്ഭുതവും നിൻ്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് പകർന്ന് അങ്ങ് ഞങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ പ്രതികൂലമായി അലട്ടുന്ന സകല ആധിപത്യങ്ങളുടെ മേലും വിശ്വാസത്താൽ ഞങ്ങൾ ജയമെടുക്കുന്ന കർത്താവേ, സ്വർഗം മനസ്സറിയണം, ദൈവപ്രവൃത്തി കൊണ്ട് നിറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.